രണ്ടുമല്ല 5 വർഷമാണ് മിതു അവളെ പ്രണയിച്ചത്. അവൾക്ക് വേണ്ടി എല്ലാം അവൻ വാങ്ങി നൽകി. കാലിലിട്ടിരുന്ന ചെരുപ്പ് മുതൽ തലയിൽ. പ്രണയവഞ്ചനയിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്തു. എന്താണ് ഇതൊക്കെ? ഇത്രയും കാലം 5 വർഷത്തോളം പ്രണയിച്ച് വീട്ടുകാര് തമ്മില് സമ്മതം മൂളി അവന്റെ നിന്ന് മേടിക്കാനുള്ളതെല്ലാം മേടിച്ച് എന്തിനാണ് ആ യുവാവിനെ ചതിച്ചത്? ഞാന് ഒന്നുണ്ടായിട്ട് പറയല്ല. ഒരു പെണ്ണാണ് ഇത് മരിച്ചിക്കണി എന്നുണ്ടെങ്കിൽ അത് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കും. കാരണം ഇതിന്റെ ന്യൂസ് കൂടുതൽ സ്ഥലത്തൊന്നും ഞാൻ കണ്ടില്ല. അതെന്താ? ഒരാണ് മരിച്ചത് കൊണ്ടാണ്. പ്രണയം എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്തൊരു നിർഭാഗ്യ പരീക്ഷണമാണ്. പ്രണയത്തിൽ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഏത് നിമിഷവും അത് നഷ്ടപ്പെടും, അല്ലെ? അത് എന്തായാലും നഷ്ടപ്പെടും. വിവാഹം കഴിച്ചു എന്നിട്ട് നഷ്ടപ്പെടുന്ന, ഡൈവോഴ്സ് ആവുന്ന ഒരുപാട് വ്യക്തികളില്ലേ? വിവാഹം കഴിച്ചവര് പോലും ഡൈവോഴ്സ് ആവുമ്പോ പിന്നെ പ്രണയിച്ചവരെ എങ്ങനെ വിശ്വസിക്കും? ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒന്നിനൊരു പരിഹാരമേ അല്ല. കാരണം അതിൽ നഷ്ടപ്പെടുന്നത് നിന്റെ മാതാപിതാക്കൾക്കും നിന്റെ വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ്. ആ പെണ്ണിനൊന്നും നഷ്ടപ്പെടാനില്ല. കോടതി വിധിക്കാണ് പ്രണയത്തിന്റെ പുറത്ത് മരിച്ചത് കൊണ്ട് ആ പെണ്ണല്ല അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്ക് അത്രക്കും സങ്കടം ഉള്ളത് കൊണ്ടും ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിന്റെ വില എന്താന്ന് മനസ്സിലാകൂ. ശരിയാണ്. പക്ഷെ ഇങ്ങനെ പ്രണയിക്കുമ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക, 2 അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാതിരിക്കുക. കാരണം 1.5 ലക്ഷത്തിനോളം വിലയുള്ള സാധനങ്ങൾ, ഐഫോൺ അവൻ കൊടുത്തിട്ടുണ്ട്, പലതരത്തിലുള്ള ക്യാഷുകള്, ലാപ്ടോപ്പുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊരു ന്യൂസിൽ കറക്റ്റായി പറയുന്നുണ്ട്. രണ്ടുമല്ല 5 വർഷമാണ് മിതു അവളെ പ്രണയിച്ചത്. അവൾക്ക് വേണ്ടി എല്ലാം അവൻ വാങ്ങി നൽകി. കാലിലിട്ടിരുന്ന ചെരുപ്പ് മുതൽ തലയിൽ വെക്കുന്ന സ്ലൈഡ് വരെ അവന്റെ കാശായിരുന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിന് അവളുടെ ബർത്ത്ഡേക്ക് അവൻ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് നൽകി, ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ. അങ്ങനെ അവളോടുള്ള അവന്റെ സ്നേഹത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അവൻ നൽകിയപ്പോൾ അവൾ എടുത്തതാകട്ടെ അവന്റെ ജീവൻ. 5 വർഷമായി പ്രണയത്തിലായ ഈ പെൺകുട്ടിയുമായി 2 വീട്ടുകാരുടെയും വാക്കാനുള്ള സമ്മതത്തിൽ വിവാഹ നിശ്ചയം വരെ നടന്നിരുന്നു എന്നാണ് മിതുവിന്റെ ബന്ധുക്കൾ പറയുന്നത്. 5 വർഷം കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ എവിടെയും പറയില്ല. പ്രണയിക്കാതെ ഇരിക്കുന്നതും തെറ്റാണ് എന്ന് പറയില്ല. പക്ഷെ പ്രണയിച്ചിട്ട് ഒരാൾ ചതിക്കുമ്പോൾ ആത്മഹത്യ എന്നുള്ള കാരണം നിങ്ങൾ എന്തിനാണ് തേടുന്നത്? അത് തന്നെയാണ് കാരണം എന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. അതിനുശേഷമുള്ള അന്വേഷണങ്ങളിൽ അറിയാം പ്രണയമായിരുന്നോ അവന്റെ മരണത്തിന് കാരണമായത് എന്നൊന്നും അറിയില്ല. പക്ഷെ അത് തികച്ചും തെറ്റായൊരു തീരുമാനമായിരുന്നു എന്ന് ഞാൻ പറയും. ചെയ്യുക എന്നുള്ളത് അത്രക്കും തെറ്റായ ഒരു തീരുമാനം തന്നെയാണ്. അതിലൊരു നല്ല കാര്യം ഞാൻ കാണുന്നില്ല. അതിൽ അവന്റെ അച്ഛനക്ക് പോയി, അമ്മക്ക് പോയി. പക്ഷെ ഇത് ന്യൂസുകളാവാതിരിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടല്ലോ. ഒരു പെണ്ണ് മരിച്ചപ്പോ അതിന് 4 ഭാഗത്തുനിന്നും കൊട്ടിഘോഷിച്ചവരുണ്ട്, 4 ഭാഗത്തുനിന്ന് ന്യൂസുകൾ പറഞ്ഞവരുണ്ട്, വേട്ടയാടിയവരുണ്ട്. ആണിനെ ഞാൻ അവൻ നല്ലവനാണെന്നൊന്നും പറയണില്ല കേട്ടോ. പക്ഷെ പ്രണയിച്ചിട്ട് ഇനി അവര് പോയ വേറൊരാള് വരും. കാരണം ഇതിന്റെ പേരിൽ മരിക്കുന്നവര് ലോകത്തിൽ ഏറ്റവും വലിയ പൊട്ടന്മാര്, ബുദ്ധിയില്ലാത്തവരെന്നൊക്കെ പറയേണ്ടി വരും. നിങ്ങൾക്ക് അവന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട്, നിങ്ങളെ വീട്ടുകാർ ഉറപ്പിച്ചൊരു കേസാണല്ലോ അത്, മാന്യമായിട്ട് നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ വേണ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട്, അത് അതിൻ്റെതായ ആ അമ്മ പറയുന്നുണ്ട് പതിയെ മാറ്റിയെടുക്കാമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പതിയെ നിനക്ക് ഒഴിഞ്ഞു മാറാൻ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ മനസ്സെന്താണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. കാരണം പണ്ടാരും എഴുതി വെച്ചതുണ്ട്, പ്രണയം പിരിയുമ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സങ്കടം ഉണ്ടാകും എന്നുള്ളത്. കറക്റ്റാണ്, അത് കറക്റ്റാണ്. കാരണം ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ നിന്ന് സങ്കടം ഉണ്ടാവും. അവൻ ആത്മഹത്യ കുറിപ്പ് വരെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ അവർക്ക് അത്രയും സങ്കടം ഉണ്ടാവണം. കാരണം 5 വർഷത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച് അവന്റെ ജീവിതത്തിൽ കിട്ടിയ സമ്പാദ്യങ്ങളിൽ നിന്ന് കാഭാഗം അല്ലെങ്കിൽ അരഭാഗം അല്ലെങ്കിൽ ഫുൾ അവൾക്ക് നൽകിയിട്ട് ലാസ്റ്റ് അവള് വേണ്ട എന്ന് പറയുമ്പോൾ
അവന്റെ മനസ്സ് എന്തായാലും ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നും അറിയാത്ത അവസ്ഥയിൽ അവൻക്ക് എടുക്കാൻ തോന്നിയ ഒരു ഡിസിഷനാണത്. അതിലവൻ വിജയിച്ചു. പക്ഷെ ആ ഡിസിഷൻ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഒരാളും പ്രണയത്തിൽ ശരീരമോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കൈമാറാതിരിക്കുക. കാരണം എത്രയോ പേര് പെൺകുട്ടികൾ ശരീരം കൈമാറിയതിനു ശേഷം ആണുങ്ങൾ തള്ളിപ്പറഞ്ഞ കഥകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതിൽ നിന്ന് ക്യാഷും അതിന് വേണ്ട അവൾക്ക് വേണ്ട ഉപകരണങ്ങളും അവൾ മേടിച്ചതിന് ശേഷം ആണിനെ ഒഴിവാക്കിയ കഥകളും ഉണ്ട്. പക്ഷെ അവനക്ക് ചെയ്യാമായിരുന്നു. നിയമപരമായിട്ട് പോരാടിയിട്ട് അവൾക്ക് കൊടുത്ത എല്ലാ മുതലുകളും തിരിച്ചു മേടിച്ചിട്ട് നിന്നെ വേണ്ടാത്തവള് നിനക്കെന്തിനാ, അവള് പോയിട്ട് വേറൊന്ന് അവളേക്കൊന്ന് മേടിച്ചതെല്ലാം തിരിച്ചു മേടിച്ചതിന് ശേഷം അവൾ ഒഴിവാക്കി വിടണം. പിന്നെ അവള് ലൈഫിൽ വേണ്ട. നീ മരിച്ചത് കൊണ്ട് ആർക്ക് പോയി? നിന്റെ വീട്ടുകാർക്ക്. അത്രേ ഉള്ളൂ. ഇത് സമൂഹം മറക്കും. ഇന്നല്ലെങ്കിൽ നാളെ വേറെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത് സമൂഹം മറന്നുപോകും, നിന്നെയും മറക്കും. ഇനിയിപ്പോ നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് വേറെ ആൾക്കാർ ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എത്ര ഉപദേശിച്ചാലും എത്ര പറഞ്ഞു കൊടുത്താലും ഇതാരും മനസ്സിലാക്കാൻ പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് അത് ആദ്യം മനസ്സിൽ വെക്കുക. ഇനിയുള്ളവരെങ്കിലും ആണായാലും പെണ്ണായാലും അത് മനസ്സിൽ വെക്കുക.